ലൈഫിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കണം അല്ലേ? ത്രൂ ഔട്ട് അവർ ലൈഫ് നമുക്ക് കയറ്റങ്ങളും ഉണ്ടാവും, ഇറക്കങ്ങളും ഉണ്ടാവും. ആൻഡ് ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഉണ്ടാവും, ലൈഫ് ലെസൺസ്. അപ്പോൾ ഇതിൽ ചിലതൊക്കെ നമ്മൾ റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കും. ആൻഡ് മറ്റു ചിലതൊക്കെ നമുക്ക് മറ്റുള്ളവരുടെ ലൈഫ് ഒബ്സേർവ് ചെയ്തും നല്ല ബുക്സ് വായിച്ചും കേട്ടുമൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഇങ്ങനെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യുക കൂടി വേണം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 10 ഇമ്പോർട്ടൻറ്റ് ലൈഫ് ലെസൺസ് ആണ് പറയാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. നമ്പർ 1, വാക്ക് യുവർ ഓൺ പാത്ത്. ആളുകൾക്ക് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. അപ്പോൾ ഇങ്ങനൊരു പിയർ പ്രഷർ വരുന്നത് കാരണം അത് നമ്മളാദ്യം നമ്മളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ച പാത്തിൽ നിന്നും നമ്മളെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് തെന്നി നീങ്ങാനായിട്ട് കാരണമാവും. സോ മറ്റുള്ളവരുടെ ആസ്പിറേഷൻസ് നോക്കണ്ട, മറ്റുള്ളവരുടെ ഡ്രീംസ് ആൻഡ് ഗോൾസ് ഒക്കെ കാണുമ്പോൾ അതൊരിക്കലും നിങ്ങളുടെ വിഷനെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് അനുവദിക്കരുത്. ഇത് നിങ്ങളുടെ പാത്താണ്. സോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എങ്ങോട്ടാണ് പോകേണ്ടത് ആൻഡ് അവിടെ എത്താനായിട്ട് എത്ര ടൈം എടുക്കും, എഫേർട്ട് എടുക്കും എന്നൊക്കെ ഉള്ളത്. ആൻഡ് നമ്പർ 2, ഡോണ്ട് ഹെസിറ്റേറ്റ് വെൻ യു ഷുഡ് ആക്ട്. ഒരു ഫേമസ് റോമൻ കോട്ട് ഉണ്ട്, സീസ് ദ ഡേ. നമ്മൾ പലപ്പോഴും കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ കറേജ് ഇല്ലാത്തതുകൊണ്ട് ആക്ഷൻ എടുക്കാതിരിക്കും. നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്, പക്ഷേ അത് ചെയ്യില്ല. ഒരു ഹെസിറ്റേഷൻ ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ ടൈം കഴിയുമ്പോൾ വിചാരിക്കും, അത് ചെയ്താൽ മതിയായിരുന്നു, അത് പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ. സോ നെക്സ്റ്റ് ടൈം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ ഡോണ്ട് ഹെസിറ്റേറ്റ്. വെനെവർ യു ഫീൽ ഇറ്റ്സ് ടൈം ടു ആക്ട്, ടേക്ക് ആക്ഷൻ. ഔട്ട്കം എന്തോ ആയിക്കോട്ടെ, ബട്ട് നിങ്ങൾ എന്തായാലും ആദ്യത്തേക്കാൾ ബെറ്റർ ആയിട്ടുണ്ടാവും. ആൻഡ് നമ്പർ 3, എക്സ്പീരിയൻസ് വാട്ട് യു ഹാവ് ലേൺഡ്. നമ്മളൊരു കാര്യം എത്രയൊക്കെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാലും അത് റിയൽ ലൈഫിൽ യൂസ് ചെയ്ത് നോക്കുമ്പോഴേ നമുക്കത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്ന് മനസ്സിലാവുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഡ്രോയിങ്ങിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാം. ഏതാണ് നല്ല ബ്രഷ്, പേപ്പർ, കളർ, എന്തൊക്കെ ടെക്നിക്സ് ആണ് ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കാം. ബട്ട് എന്നാലും വരയ്ക്കാൻ തുടങ്ങുമ്പോഴേ അതിനെ പറ്റിയിട്ട് ശരിക്കൊരു ധാരണ കിട്ടുള്ളൂ. സോ പഠിക്കുന്നത് യൂസ് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ആൻഡ് നമ്പർ 4, ഗുഡ് തിങ്സ് ഡോണ്ട് കം ഈസി. നിങ്ങൾക്ക് നല്ലൊരു സക്സസ്ഫുൾ കരിയർ വേണം, ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ വേണം, നല്ല ഫ്രണ്ട്സ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ദെൻ നിങ്ങൾ അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. ഭാഗ്യം എന്ന് പറയുന്നൊരു ഫാക്ടർ ഉണ്ട്, ബട്ട് അതൊരു പരിധി വരെ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമ്മളുടെ കയ്യിലാണ്. ദ എമൗണ്ട് ഓഫ് എഫേർട്ട് യു പുട്ട് എവറി ഡേ, ദ എബിലിറ്റി ടു ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ്. വേറെ ആരെങ്കിലും നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒന്ന് ചെയ്തു തരും എന്നുള്ളൊരു വ്യാമോഹം ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഫൈറ്റ് യുവർ ബാറ്റിൽ യുവർ സെൽഫ്. നമ്പർ 5, നെവർ ഫെയിൽ ടു ട്രൈ മോർ. നമ്മൾ ചിലപ്പോൾ നല്ല പ്രിപ്പയർഡ് ആയിരിക്കും, പക്ഷേ എന്നാലും നമ്മളെ ചാൻസ് എത്തുമ്പോൾ ഫെയിൽ ആയിട്ടുണ്ടാവും. ബട്ട് നമ്മൾ അതും പറഞ്ഞ് ക്വിറ്റ് ചെയ്യണോ വേണ്ടത്? അല്ല, ട്രൈ അഗെയിൻ. വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു അത്ലീറ്റ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വെൽ പ്രിപ്പയർഡ് ആയിട്ട് കോമ്പറ്റീഷനിൽ പങ്കെടുത്തു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി ഫെയിൽഡ്. ബട്ട് അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം, അല്ലാതെ നിർത്തി പോവുകയല്ല വേണ്ടത്. ഇവൻച്വലി നല്ല റിസൾട്ട് ഉണ്ടാവും. ആൻഡ് നമ്പർ 6, ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ഏർലി. നമ്മൾ യങ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം ഹെൽത്തി ആയിരിക്കും ആൻഡ് നമുക്ക് തോന്നും നത്തിങ് ക്യാൻ ടച്ച് അസ്, നമ്മൾ ഇൻവിൻസിബിൾ ആണ് എന്നൊക്കെ. ബട്ട് പതുക്കെ നമ്മൾ ഏജ് ആവാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഓവറായിട്ട് പാർട്ടി ചെയ്യുന്നതിൻ്റെ, ഡ്രിങ്കിങ്, സ്മോക്കിംഗ്, ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒക്കെ റിസൾട്ട് അല്ലെങ്കിൽ സമ്മാനം കേട്ടുകേൾവി പോലും ഇല്ലാത്ത അസുഖങ്ങളുടെ രൂപത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് നിൽക്കരുത്. ഇപ്പോഴേ നിങ്ങളുടെ ബോഡിയെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, ഹെൽത്തി ഹാബിറ്റ്സ് ഫോളോ ചെയ്യുക. നമ്പർ 7, മേക്ക് എവറി മൊമെൻറ്റ് കൗണ്ട്. ടൈം ഫ്ലൈസ്. ലൈഫ് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഫാസ്റ്റിലാണ് പോവുക. 20s നമുക്ക് തോന്നും ഇത് കുറേ കാലം ഉണ്ടാവും എന്ന്, ബട്ട് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും 30s ആൻഡ് അപ്പോഴേക്കും നിങ്ങൾ 20s ചെയ്യാൻ വെച്ച കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടാവും. സോ ലിവ് യുവർ ലൈഫ് ടു ഇറ്റ്സ് ഫുള്ളസ്റ്റ് ബിക്കോസ് ലൈഫ് ഈസ് ഷോർട്ട് ആൻഡ് വി നെവർ നോ വാട്ട് ടുമോറോ ബ്രിങ്സ്. നമ്പർ 8, ലിവ് ആൻഡ് ലെറ്റ് ലീവ്. നമ്മൾ മറ്റൊരാൾ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ വേഗം പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കും, തിരുത്താൻ നോക്കും. ഇതൊരു പരിധി വരെ ശരിയാണ്, ബട്ട് ചില സമയത്തുണ്ടല്ലോ ഇത് നമ്മളെ ആവശ്യമില്ലാത്ത കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കും. ഒരിക്കലും നിങ്ങളുടെ ഐഡിയാസ് മാത്രമാണ് ശരി ആൻഡ് എല്ലാവരും അത് ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവരിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ സഹായം വേണ്ടവർ നിങ്ങളുടെ അടുത്ത് വരും, അപ്പോൾ സഹായിച്ചാൽ മതി. ഇല്ലെങ്കിൽ സഹായിക്കാൻ പോയിട്ട് ലാസ്റ്റ് അത് ഉപദ്രവമായിട്ട് മാറും. നമ്പർ 9, ബി ഫ്ലെക്സിബിൾ വിത്ത് യുവർ ഗോൾസ്. ചില സമയത്ത് നമുക്ക് തോന്നും ഇതാണ് ആക്ഷൻ എടുക്കാൻ പറ്റിയ സമയം ആൻഡ് പ്ലാൻസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും, പക്ഷേ അത് ഫെയിലാവും. നമ്മളുടെ കറൻറ്റ് പൊസിഷൻ എന്താണെന്നും നമ്മളുടെ ആക്ടിവിറ്റീസ് എങ്ങനെ നമ്മളുടെ ഫ്യൂച്ചറിനെ അഫക്റ്റ് ചെയ്യും എന്നൊക്കെ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സംടൈംസ് നമ്മളുടെ ഗോൾസൊക്കെ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ചൊക്കെ ചേഞ്ചസ് വരുത്തേണ്ടി വരും. നമ്പർ 10, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നിങ്ങൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ച് ചിന്തിക്കാം. ചില ആളുകൾ ചില സത്യങ്ങൾ കേൾക്കാനായിട്ട് റെഡി ആയിരിക്കില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് റെഡി ആയിരിക്കില്ല, ഉൾക്കൊള്ളാനായുള്ള ഒരു കരുത്ത് അവർക്ക് ഉണ്ടാവില്ല. അതിപ്പോൾ നമ്മളുടെ ഇൻറ്റൻഷൻ എത്ര നല്ലതായിട്ടും കാര്യം ഉണ്ടാവില്ല. സോ ട്രീറ്റ് ഈച്ച് വേർഡ് വിത്ത് കോഷൻ. സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക. സോ ഈ ലൈഫ് ലെസൺസ് നിങ്ങളുടെ ലൈഫിലും ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. നോ ഡൗട്ട് യുവർ ലൈഫ് ഈസ് യുവർ ഓൺ ആൻഡ് യു നോ വാട്ട്സ് ബെസ്റ്റ് ഫോർ യു.
എൻജോയ് യുവർ ലൈഫ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടി വിഷ്ണു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.